ഹലോ, ഞാൻ ഡോക്ടർ ക്ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെക്സോലാക്ക് എന്ന ഫോർമുല ബ്രാൻഡിനെ പറ്റിയാണ്. ഡെക്സോലാക്ക് എന്നാൽ സിമിലാക്ക്, ലാക്ടോജൻ, നാൻ, ലാക്ടോഡെക്സ് ഇവയെല്ലാം പോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോർമുല ബ്രാൻഡാണ്. എന്നാൽ മറ്റുള്ള ഫോർമുല ബ്രാൻഡിനേക്കാളും ഡെക്സോലാക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെയിറ്റ് ഗെയിനായി ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? അതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്കും വികസനത്തിനും അമ്മയുടെ പാൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ശരിയായ അളവിൽ കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും പ്രതിരോധശേഷി നൽകുന്ന ആൻറ്റിബോഡികളും ഇതിലുണ്ട്. എന്നാൽ ചില അമ്മമാർക്ക് കുഞ്ഞിന് മതിയായ അളവിൽ പാൽ ഉണ്ടാവുകയില്ല. ചില സാഹചര്യങ്ങളിൽ പാലിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും അസൗകര്യം അല്ലെങ്കിൽ വർക്കിംഗ് മദേഴ്സ് ഒക്കെ ആണെങ്കിൽ ഫോർമുല മിൽക്ക് നൽകേണ്ടി വരുന്നു. ഫോർമുല മിൽക്കിൽ അമ്മയുടെ പാലിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പാല് കുറവ്, കുഞ്ഞിന് വയറ് നിറയുന്നില്ല, പാൽ കുടിച്ച ശേഷവും കുഞ്ഞ് കരയുന്നു, വിശപ്പ്, വാശി ഇവയൊക്കെ തന്നെ ഫോർമുല കൊടുക്കാൻ അമ്മമാരെ പ്രേരിപ്പിക്കുന്നു. ഏത് ഫോർമുലയാണ് കുഞ്ഞിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നത് എല്ലാ അമ്മമാരുടെയും സംശയമാണ്. ഓരോ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ആവശ്യങ്ങൾക്കും ഓരോ ഫോർമുലയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെയിറ്റ് കുറവ്, ദഹന പ്രശ്നം, രോഗപ്രതിരോധ ശേഷി, പ്രീമച്വർ ബേബി, ലോ ബർത്ത് വെയിറ്റ് ഇങ്ങനെ പല സാഹചര്യങ്ങളിലും പല ഘടകങ്ങൾ നോക്കിയാണ് ഡോക്ടേഴ്സ് കുഞ്ഞിന് ഏത് ഫോർമുല നൽകണമെന്ന് പറയുന്നത്. എല്ലാ ഫോർമുലയിലും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെയാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ ഫോർമുല തന്നെ കൊടുക്കാൻ കഴിയുകയില്ല. കുഞ്ഞിന് തൂക്കക്കുറവ്, പ്രീമച്വർ ബേബി, ലോ ബർത്ത് വെയിറ്റ് ഒക്കെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുലയാണ് ഡെക്സോലാക്ക്. എന്നാൽ ഡെക്സോലാക്കിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കാലോറിയുടെ അളവാണ്. കുഞ്ഞുങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കാൻ പാല് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് നൽകുമ്പോൾ കാലറി അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെക്സോലാക്കിൽ കാലറി അളവ് കൂടുതലാണ്. അതിനാൽ കുറഞ്ഞ ഭാരമുള്ള കുട്ടികൾക്കും വളരെയധികം ഗുണകരമാണ്. ഡെക്സോലാക്കിൽ 100 ഗ്രാമിനുള്ളിൽ 500 കിലോ കാലറിയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നാൻ പ്രോ, സിമിലാക്ക്, ആപ്റ്റമിൽ എന്നിവയെക്കാളും വളരെ അധികമാണ്. നാൻ പ്രോയിൽ 450ഉം സിമിലാക്കിൽ 470ഉം ആപ്റ്റാമിൽ 465ഉമാണ് ഉള്ളത്. പ്രോട്ടീനിൻ്റെ അളവ് 10.5 മില്ലിഗ്രാമാണ്. പ്രോട്ടീൻ കുഞ്ഞിൻ്റെ മസിലുകളുടെയും ശരീര വളർച്ചയും രോഗപ്രതിരോധ ശേഷിയും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. ഡെക്സോലാക്കിൽ കേസിൻ ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. അതിനാൽ മസിൽ വളർച്ചയ്ക്ക് നല്ലതാണ്. മറ്റുള്ള ഫോർമുലയിൽ കേസിനും വെയ് പ്രോട്ടീനും ശരാശരി അളവിൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെക്സോലാക്കിൽ കേസിൻ, പ്രോട്ടീൻ, വെയ് പ്രോട്ടീൻ ഇവയുടെ റേഷ്യോ 4.2 ആണ്. വെയ് പ്രോട്ടീൻ കൂടുതലുള്ള ഫോർമുലയിൽ ദഹനം എളുപ്പമാക്കുന്നു. ഡെക്സോലാക്കിലെ ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ് ദഹനത്തെ എളുപ്പമാക്കാൻ വളരെയധികം സഹായിക്കുന്നു. DHAയും ARAയും എന്നീ ഈ ഘടകങ്ങളെ എങ്ങനെയെന്ന് നോക്കാം. ഇത് മസ്തിഷ്ക വികസനത്തിന് അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് 5.8 ആണ് അടങ്ങിയിരിക്കുന്നത്. ഇത് തൂക്കം കൂടാൻ മികച്ച ഒരു പോഷകമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ A, D, E, K എല്ലാം മതിയായ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഫോളിക് ആസിഡ്, ബയോട്ടിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ B6 എന്നിവയും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്കും വളർച്ചയ്ക്കും കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. ഇതിൽ 40 മില്ലിഗ്രാമാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന കുട്ടിക്ക് അയണിൻ്റെ അളവ് ചെറിയ രീതിയിലെങ്കിലും കുറവായി കാണുന്നുണ്ട്. ഫോർമുലകളിൽ അയൺ കണ്ടൻറ്റ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള ഫോർമുലകളിൽ അയണിൻ്റെ അളവ് 3 മുതൽ 5 ആണെങ്കിൽ ഡെക്സോലാക്കിൽ ഇത് 6 ആണ്. കുഞ്ഞിന് വളർച്ച, രക്തക്കുറവ് എന്നിവയിൽ രക്ഷ നൽകാൻ അയൺ സഹായിക്കുന്നു. ഇനി ഡെക്സോലാക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആരോഗ്യകരമായ ഭാരം കൂട്ടാനായിട്ട് സഹായിക്കുന്നു. വളർച്ചയ്ക്കായി കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഓരോ സ്റ്റേജിലും കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. സ്റ്റേജ് 1, 2, 3 എന്നിങ്ങനെ ബേബി ഗ്രോത്തിനനുസരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. മറ്റ് പ്രീമിയം ബ്രാൻഡിനെ അപേക്ഷിച്ച് ചിലവ് കുറവാണ്. ദഹനക്കുറവ്, കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികളിൽ കൂടുതൽ പോഷകങ്ങൾ ആഗിരണം ചെയ്ത് വളർച്ചയ്ക്ക് സഹായിക്കുന്ന FOS ഇതിലടങ്ങിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ 36 പോഷകങ്ങളാണ് ഡെക്സോലാക്കിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പാലിന് മികച്ച ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി ഡെക്സോലാക്ക് നമുക്ക് യൂസ് ചെയ്യാം. 6 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞിനും ഞാൻ ഡെക്സോലാക്ക് നൽകിയിരുന്നു. ഇത് ആരോഗ്യകരമായ തൂക്കവും ദഹനശേഷിയും കോൺസ്റ്റിപ്പേഷൻ എന്നിവയ്ക്ക് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഫോർമുല മിൽക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തിരഞ്ഞെടുക്കാതിരിക്കുക. അതിന് ഏറ്റവും നല്ലത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ്. കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ ഒരു ഡോക്ടർക്ക് മാത്രമാണ് സാധിക്കുന്നത്. അതിനാൽ ഒരു ശിശുരോഗ വിദഗ്ധൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഫോർമുല തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്